സുഹറ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഈ രണ്ടു പുഴ ഒഴുകുന്നത് കാണാൻ എന്തു രസാ. ഈ രണ്ടു പുഴയും കൂടി ചേർന്നാലേ ഇമ്മിണി വലിയൊരു പുഴയാവും. അതും പറഞ്ഞു ഇവിടെ കുത്തർന്നിക്കോ. മാഷ് ഇപ്പൊ ക്ലാസ്ക്ക് വരും. ഞാൻ പോവാ, ഇത് വേഗം വാ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതിയിൽ നിന്നും ഒരു ചെറിയ ഭാഗം. മക്കളെ, ഹാജർ വിളിക്കാലേ. സുഹറ, എല്ലാവരും ഉണ്ടാന്നാണ്. അടുത്ത് ഖദീജ, വാസ്കുട്ടൻ, വണ്ടശിരോമണി. അടങ്ങി കുത്രിക്ക് കുട്ടികളെ. ഇന്ന് ഉസ്മാന് വന്നിട്ടില്ലേ? ഇന്നലെ എന്താ പഠിച്ചത്? വല്ലതും ഓർമ്മയുണ്ടോ മക്കളെ? എന്നാ മജീദേ, ഒന്നും എത്രയാണ്? ഒരു പുഴയും കൂടി ചേർന്ന വലിയൊരു പുഴ. അപ്പൊ ഒന്നും ഇമ്മിന് വലിയൊന്ന്. ഇത് രണ്ടും പാടെ കൂട്ടിയിട്ട് ഇത് വലിയൊരു അടി കൂട്ടിക്കള. ഇമ്മിന് വലിയൊന്ന്. എടാ മജീദേ, എന്താ ഖദീജ? സുഹറ എവിടെ? ഓളപ്പുറത്തു കൂടെ പോയി. എന്നാ ചേച്ചി പോകുമ്പോ ഓർക്കാപ്പുളി പറിച്ചു തരുവോ? ഞാൻ പറിച്ചു തരൂല. ഇജും വാസുക്കുട്ടനും സരോജിനിയും എല്ലാരും പാടെ കൂടി എന്നെ കളിയാക്കിയില്ലേ? ഞാൻ പറിച്ചു തരൂല. ഇജ്ജ് പറിച്ചു തരും. ഇന്നും ഞങ്ങൾ കളി. മണ്ടൻ ശിരോമണി ഇമ്മിനി വല്ലെന്നേ, മണ്ടൻ ശിരോമണി ഇമ്മിനി വല്ലെന്നേ. എന്താ മോനെ? എനിക്ക് അടി കിട്ടി. അടിയോ? നോക്കട്ടെ, എന്തിനാ കിട്ടിയത്? കണക്ക് തെറ്റിയിട്ട്. ഞാൻ ഇന്ന് സ്കൂൾക്ക് പോകൂല. എല്ലാ കുട്ടികളും ഇന്നെ കളിയാക്കുന്നുണ്ട്. സാരല്ല മോനെ, ഇനി ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്ക്. കിട്ടാത്തത് മോന്റെ കൂട്ടുകാരനോട് ചോദിച്ച് മനസ്സിലാക്ക്. മോൻ ക്ലാസ്സിലെ മിടുക്കനാവണം. മാഷിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. ഒന്ന് രണ്ടാണെന്ന് എത്ര പ്രാവശ്യം മാഷ് പറഞ്ഞെന്ന്. ഗുണന പട്ടികയും കണക്കും എത്ര പ്രാവശ്യം മാഷ് പറഞ്ഞെന്ന്. എനിക്കൊന്ന് ഓർത്ത് പറഞ്ഞൂടേനിയോ? ഞാൻ ഓർത്തിട്ടെന്നെ. എന്നാ ഞാൻ പോവാ. ഇങ്ങോട്ട് വാ മജീദേ, ഞാൻ കണക്ക് പഠിപ്പിച്ചു തരാം. 1 കൂട്ടണം 1 സമം 2. ഗണിതം ചെയ്ത് നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഒക്കെ ശരിയാണ്, നല്ല കുട്ടി. സുഹറ മജീദിന് കണക്ക് പഠിപ്പിച്ചതുകൊണ്ട് അവൻ ക്ലാസ്സിൽ ഒന്നാമനായില്ലേ? പിന്നീടൊരിക്കലും മജീദ് അടി വാങ്ങിയില്ല. സുഹറ കാരണം മജീദിന്റെ കണക്കുകളെല്ലാം ശരിയാവാൻ തുടങ്ങി. പിന്നീട് മജീദ് ക്ലാസ്സിലെ ഒന്നാമനായി. മജീദിന്റെ സന്തോഷം കണ്ട് സുഹറ സന്തോഷിക്കുകയും ചെയ്തു.